പരിശുദ്ധമായ പവിത്രമായ മുഹറം മാസത്തിലൂടെ അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും കടന്നുപോയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് നാം ഇവര് കടന്നു പോകുന്നത്. കാരണം നമുക്കറിയാം, സമസ്തയുടെ കേന്ദ്ര ഉഷാറംഗമായ ബഹുമാനപ്പെട്ട ത്വാഖ ഉസ്താദ് നമ്മൾ ഇന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു മഹാനുഭാവന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ, സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നരകം അള്ളാഹു ഹറാമാക്കി കൊടുക്കുമാറാവട്ടെ. ആലിമിന്റെ മരണം എന്ന് പറയുന്നത് അത് ലോകത്തിന്റെ നഷ്ടമാണെന്ന് നബി, ലോകത്തിന്റെ മരണമാണെന്ന് നബിഗന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ത്വാഖ ഉസ്താദിന്റെ രാവിലെ വിട പറഞ്ഞു. ആ ത്വാഖ ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ത്വാഖ ഉസ്താദ് നമുക്കറിയാം തീരെ സുഖമില്ലാത്ത അസുഖമുള്ള ഒരാളായിരുന്നു. ആ ബഹുമാനപ്പെട്ട ത്വാഖ ഉസ്താദ് എത്ര വലിയ അസുഖം ഉണ്ടായിരുന്നെങ്കിലും പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സുകളിൽ എത്താൻ വേണ്ടി ത്വാഖ ഉസ്താദിന് യാതൊരുവിധ മടിയില്ലായിരുന്നു. നമുക്കറിയാം, ത്വാഖ ഉസ്താദിന് മാരകമാകുന്ന ഒരു അസുഖം വന്നു. ആ മാരകമാകുന്ന അസുഖം ത്വാഖ ഉസ്താദിന് വന്നതിന് ശേഷം ത്വാഖ ഉസ്താദിന്റെ ശബ്ദം പോലും നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ഒരു പ്രയാസം ത്വാഖ ഉസ്താദിന് വന്നപ്പോ ത്വാഖ ഉസ്താദ് ഇവിടെ ഒരു ഉപകരണം വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട്, നമുക്കറിയാം ത്വാഖ ഉസ്താദ് സംസാരിക്കുന്ന സമയത്ത് തൊണ്ടയിൽ ഇങ്ങനെ കൈവച്ചിട്ടാണ് ത്വാഖ ഉസ്താദ് പ്രയാസപ്പെട്ട് സംസാരിക്കുന്നത്. അത്രയും പ്രയാസവും നമ്മളെ ഒരു ദിവസം തൊണ്ടയടഞ്ഞാൽ പ്രസംഗിക്കാൻ മടിയുള്ള ആൾക്കാരുള്ള കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ തൊണ്ടയടഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കുമ്പോൾ വേദനയുള്ള കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ത്വാഖ ഉസ്താദ് ഇത്രയും വലിയ അസുഖമുണ്ടായിട്ടും ബഹുമാനപ്പെട്ട ത്വാഖ ഉസ്താദ് ഇൽമിന്റെ വഴികളിലേക്ക് വന്ന്, ഇൽമിന്റെ സദസ്സുകളിലേക്ക് വന്ന് നസീഹത്ത് കൊടുക്കുമ്പോ, പ്രബോധനം നടത്തുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ത്വാഖ ഉസ്താദിന്റെ അറിവും വിനയവും, ത്വാഖ ഉസ്താദിന്റെ ഇഖ്ലാസ് എത്രയും വലുതായിരുന്നു. ആ മഹാനുഭാവനാണ് എന്ന് നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നത്. കാണുമ്പോൾ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കുന്ന ത്വാഖ ഉസ്താദ് നമ്മൾ ഇന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു ത്വാഖ ഉസ്താദിന്റെ ഖബറിനെ വിശാലമാക്കണേ, തമ്പുരാനെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. അതുകൊണ്ടാണ് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നത്, മൗതുൽ ആലിമി, മൗതുൽ ആലം എന്ന് നബി തങ്ങൾ പറയാനുള്ള കാരണം അതാണ്. ഒരു ആലിമിന്റെ മരണം എന്ന് പറയുന്നത് അത് ഈ ലോകത്തിന്റെ മരണമാണെന്ന് നബി തങ്ങൾ പറയുമ്പോ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ സ്വാധീനരാകുന്ന സമസ്തയുടെ ആലിമീങ്ങൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ ആലിമീങ്ങളുടെ മണ്ണ മണിയറയാക്കണേ അല്ലാഹ്. നമ്മളെപ്പോഴും ദ്വാരക്കണം നമ്മളെ പ്രിയപ്പെട്ട ഉസ്താദന്മാർക്ക് വേണ്ടി. കാരണം അവരെല്ലാം അൽഹംദുലില്ലാഹ് ദീനീപരമാകുന്ന പ്രബോധനം നടത്തുന്നത് കൊണ്ടാണ് നമുക്ക് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ഇഖ്ലാസോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. അവര് മദ്രസകൾ നമുക്ക് കാണിച്ചു വെച്ചു തന്ന പാഠങ്ങൾ, അവർക്ക് നമുക്ക് ഓടി തന്ന അറിവുകൾ, അവര് നമുക്ക് കാണിച്ചു തന്ന വഴിത്താരകൾ, ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹ് ഇനി ദുനിയാവിന്റെ പുറത്ത് നല്ല രീതിയിൽ ജീവിക്കുന്നത്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു വറസത്തുൽ അംബിയായിൽപ്പെട്ട ആ ഒരു ആലിമീങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അറിവുകൾ പകർന്നു തരുമ്പോ അത് വല്ലാത്തൊരു പ്രാധാന്യമാണ്. അല്ലാഹു ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾക്ക് എല്ലാം അല്ലാഹു ആഫിയത്ത് ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ ആലിമീങ്ങൾ അല്ലാഹു മണിയറക്കി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ത്വാഖ ഉസ്താദ് അല്ലാഹു മഹാനുഭാവൻ അല്ലാഹു സ്വർഗ്ഗം നൽകി